മണിയേട്ടാ, ഇതേതാ സ്ഥലം? ഇത് മുക്കാലി. അപ്പൊ അട്ടപ്പാടി എങ്ങനെയാ വഴി? ഇതെല്ലാം അട്ടപ്പാടിയാ. എവിടെ നിന്ന് തുടങ്ങാം? മുക്കാലി മുതലാണ് അട്ടപ്പാടി ജനവാസ മേല തുടങ്ങുന്നത്. ആനമൂളി പാലവളവ് മുതൽ ഇങ്ങോട്ട് അട്ടപ്പാടിയാണ്. 12 ഹെയർപിൻ വളവുകൾ കയറിയാലാണ് നമ്മൾ മുക്കാലിയിലെത്തുക. ഈ ഹെയർപിൻ വളവുകളൊക്കെ തന്നെ അട്ടപ്പാടിയുടെ ഭാഗമാണെങ്കിലും പ്രധാനമായി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം അത് മുക്കാലിയാണ്. മുക്കാലിയിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ അട്ടപ്പാടിയാണ്. നമ്മൾ പലപ്പോഴും അട്ടപ്പാടിയിലെ ശിശുമരണവും മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് വാർത്തകളിൽ കാണാറ്. ഇതൊന്നുമല്ലാത്ത മറ്റൊരു അട്ടപ്പാടി കൂടിയുണ്ട്. ഈ മല്ലീശ്വരമുടിയും ഭവാനിപ്പുഴയും ഒക്കെയുള്ള മനോഹരമായ അട്ടപ്പാടി. ഈ 745 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തിന് അട്ടപ്പാടി എന്ന പേര് വരാൻ പലതരത്തിലുള്ള കഥകളും പ്രചാരത്തിലുണ്ട്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ ഗോത്രവിഭാഗത്തിലെ ആളുകൾ വാമൊഴിയായി പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അട്ടപ്പൻ എന്നുള്ളൊരു മല്ലീശ്വര ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം, അതായത് ഇപ്പോഴത്തെ ഒരു 80-85 വയസ്സുള്ള ആളുകളുടെ ഒരു 4 തലമുറ മുന്നേ ഉള്ള ആള് അട്ടപ്പൻ എന്നുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ പാടി കെട്ടിയിട്ടാണ് മല്ലീശ്വര ക്ഷേത്രത്തിന്റെ, അതായത് ഇന്ന് ചെമ്മണ്ണൂർ എന്ന് നാമറിനുള്ള അട്ടപ്പാടി ക്ഷേത്രത്തിന്റെ അവിടെ ഉത്ഭവ സ്ഥലത്ത് അട്ടപ്പൻ എന്നുള്ള വ്യക്തി പാടി കെട്ടി താമസിച്ചു. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇവിടുത്തെ ഗോത്രവിഭാഗക്കാർ അവരുടെ വിഹിതം, ഈ മൂപ്പിൽ നായർ സ്ഥാനീയർക്ക് വിഹിതം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വിളവ് കൊയ്യുന്ന സമയത്ത് നമുക്ക് അത് ഉണക്കി എടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം സാധാരണ ആദിവാസികളുടെ ഇടയിൽ, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസികളുടെ ഇടയിൽ ഈ ധാന്യം ഉണക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അതിന് ഞങ്ങൾ അട്ട എന്ന് പറയാം. അപ്പം ആ സമൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അട്ടപ്പാടി എന്ന് പറയുന്ന ഇത് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ആളുകളിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഫ്രാൻസിസ് ബൊക്കൻ എന്ന ഒരു എഴുത്തുകാരൻ 225 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള, പാടി എന്നാൽ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉള്ള സ്ഥലം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഊരുകൾ എന്താണ് അന്ന് ഉദ്ദേശിച്ചിരിക്കണം മിക്കവാറും. അങ്ങനെയാണ് അട്ടപ്പാടി എന്ന പേരുണ്ടായതെന്ന് ഫ്രാൻസിസ് ബൊക്കൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അഗളി, പുതൂർ, ഷോളയൂർ ഇങ്ങനെ 3 പഞ്ചായത്തുകൾ ചേർന്നാണ് അട്ടപ്പാടി. ഒരു കണക്കിന് ഈ അട്ടപ്പാടിയുടെ മധ്യഭാഗത്താണ് അഗളി. ഈ അട്ടപ്പാടിയുടെ ഭരണസിരാകേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ അഗളിയെ പറയാം.